പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 1 ആണ്. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. ഈ ഒരു ക്ലാസ്സോടുകൂടി ഒരു പോർഷൻ തീരും. ട്രീറ്റ്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾ പ്രസൻറ്റഡ് ഫോർ ഇൻഷുർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ആർട്ടിക്കിളുടെ ട്രീറ്റ്മെൻറ്റ്. ദ ആർട്ടിക്കിൾ പ്രസൻറ്റഡ് ഫോർ ഇൻഷുറൻസ് ഷുഡ് ബി എക്സാമിൻ ടു സീ ദാറ്റ്. അത് എക്സാമിൻ ചെയ്യണം. ആ ആർട്ടിക്കിൾ ഇൻഷുർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഇറ്റ് ഈസ് പാക്ഡ്, ക്ലോസ്ഡ് ആൻഡ് സീൽഡ് ആൻഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ലേ ഡൗൺ ഇൻ ദ PO ഗൈഡ്. അതായത് PO ഗൈഡ് പറഞ്ഞ രീതിയിൽ അത് പാക്ക് ചെയ്യണം, ക്ലോസ് ചെയ്യണം, സീൽ ചെയ്യണം. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ദ ഇൻഷുർഡ് വാല്യൂ ഈസ് ക്ലിയർലി റിട്ടേൺ ഇൻ ഇങ്ക് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ് ഓൺ ദ കവർ വിത്തൗട്ട് ഇറേഷ്യർ ആൻഡ് അതായത് കറക്റ്റായിട്ട് ഇൻഷുർഡ് വാല്യൂ ഇങ്കിൽ വേർഡ്സിലും ഫിഗേഴ്സിലൊക്കെ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടോ, പിന്നെ വൃത്തിക്ക് മെനക്കൊക്കെ എഴുതിയിട്ടുണ്ടോ, ഡസ് നോട്ട് എക്സീഡ് ദ പ്രിസ്ക്രൈബ്ഡ് ക്യാഷ് ലിമിറ്റിലൊക്കെ ഉള്ളിൽ തന്നെയാണോ, എന്തെങ്കിലും ക്യാഷ് ലിമിറ്റുകളൊക്കെ വരുമല്ലോ, ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിന് ഉള്ളിൽ തന്നെയാണോ എല്ലാം വന്നിരിക്കുന്നത് നോക്കണം. ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ അഡ്രസ്സി ആൻഡ് ദ സെൻറ്റർ ആർ ക്ലിയർലി റിട്ടൺ. അതായത് അഡ്രസ്സിയുടെ പിന്നെ സെൻറ്ററിൻ്റെ ഒക്കെ പേരും അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ, ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. ദ ആർട്ടിക്കിൾ ഷുഡ് ദെൻ ബി വെയ്ഡ് ആൻഡ് ദ വെയ്റ്റ് ഷുഡ് ബി നോട്ടഡ് ഓൺ ദ കവർ. ആർട്ടിക്കിൾ വെയിറ്റ് നോക്കണം, എന്നിട്ട് വെയിറ്റ് കവറിൽ നോട്ട് ചെയ്യണം. ദ പോസ്റ്റേജ് സ്റ്റാമ്പ് അഫിക്സ് ഇൻ ദ ലെറ്റർ ഷുഡ് ബി എക്സാമിൻഡ്. അതായത് ഈ പോസ്റ്റേജ് സ്റ്റാമ്പുകളെ കറക്റ്റായിട്ട് എല്ലാ വാല്യൂസും പോസ്റ്റേജ്, രജിസ്ട്രേഷൻ ഫീ, ഇൻഷുറൻസ് ഫീ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അതിന് മതിയായിട്ടുള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അടുത്ത റെസിപ്റ്റ്, സെൻറ്ററിനുള്ള റെസിപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, അതിൽ സെൻറ്ററിലുള്ള റെസീറ്റ് പ്രിപ്പയർ ചെയ്യപ്പെടും. ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ബൈ യൂസിങ് ഡബിൾ സൈഡഡ് കാർബൺ പേപ്പർ ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ആ റെസീപ്റ്റിനകത്തുള്ള എൻട്രീസ്, ദ ഫോളോയിങ് എൻട്രി ഷുഡ് ബി മേഡ് ഓൺ ദ റെസിപ്റ്റ്. ആ എൻട്രീസിനകത്ത് ആ റെസിപ്റ്റിലുള്ള എൻട്രീസ് ആണ് പറയുന്നത്. നെയിം ഓഫ് ദ അഡ്രസ്സി ആൻഡ് ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ. അഡ്രസ്സിൻ്റെ പേര്, ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ. വാല്യൂ ഓഫ് ദ പോസ്റ്റേജ് സ്റ്റാമ്പ് അഫിക്സ്ഡ് ടു ദ ആർട്ടിക്കിളിനകത്ത് ഒട്ടിച്ചിട്ടുള്ള പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ വാല്യൂ. പിന്നെ ഇൻഷുർഡ് വാല്യൂ ഓഫ് ദ ആർട്ടിക്കിൾ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ്. ആർട്ടിക്കിളിൻ്റെ ഇൻഷുർഡ് വാല്യൂ അത് ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതിയത്. ഇൻഷുറൻസ് ഫീ ഇൻ ഫിഗർ. ദ വെയിറ്റ് ഓഫ് ദ ആർട്ടിക്കിൾ ഇൻ വേർഡ്സ് ഇൻ ഗ്രാംസിലുള്ള ആർട്ടിക്കിളിൻ്റെ വെയിറ്റ് അത് വേർഡ്സിൽ എഴുതണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻറ്ററിൻ്റെ നെയിമും അഡ്രസ്സും. ദ രജിസ്റ്റേർഡ് ഓർ പാഴ്സൽ അസിസ്റ്റന്റ് ഷുഡ് സൈൻ ദ റെസീപ്റ്റ്. അതായത് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ പാഴ്സൽ അസിസ്റ്റന്റ്, ആസ് ദ കേസ് മേ ബി, അദ്ദേഹം റെസീപ്റ്റിൽ സൈൻ ചെയ്യും. ഇംപ്രസ് ബോത്ത് കോപ്പീസ് ഓഫ് ദ റെസീപ്റ്റ് വിത്ത് ഡേറ്റ് സ്റ്റാമ്പ്. 2 കോപ്പികളിലും ഡേറ്റ് സ്റ്റാമ്പ് അടിക്കും. ഹാൻഡ് ഓവർ ദ പെൻസിൽ കോപ്പി ടു സെൻറ്റർ. പെൻസിൽ കോപ്പി എന്നിട്ട് സെൻറ്റർക്ക് കൊടുക്കും. ദ കാർബൺ കോപ്പി ഓഫ് ദ റെസീപ്റ്റ് ഈസ് കെപ്റ്റ് ഓൺ ദ റെക്കോർഡ് ഇൻ ദ ഓഫീസ്. കാർബൺ കോപ്പി ഓഫീസിൽ സൂക്ഷിക്കും റെക്കോർഡായിട്ട്. അക്നോളജ്മെന്റ്സ് ഫോർ ഇൻലാൻഡ് ഇൻഷുർഡ് പാഴ്സൽസ് ആർ ഗീവൺ ഫ്രീ ഓഫ് ചാർജ്. അതായത് ഇൻലാൻഡ് ഇൻഷുർഡ് ആർട്ടിക്കിൾസിന് ഫ്രീ ഓഫ് ചാർജിൽ അക്നോളജ്മെന്റ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫോറിൻ ഇൻഷുർഡ് ആർട്ടിക്കിൾസ് എ സ്പെഷ്യൽ ഫീ വേണം. സ്പെഷ്യൽ ഫീ ഇൻ അഡീഷൻ ടു ദ പോസ്റ്റേജ്. അതായത് പോസ്റ്റേജ്, രജിസ്ട്രേഷൻ ഫീ, ഇൻഷുറൻസ് ഫീ, ഇതിൻ്റെ കൂടെ തന്നെ അക്നോളജ്മെന്റ് ഫീയും കൂടെ അടയ്ക്കണം. ഈ അക്നോളജ്മെന്റ് വെക്കണമെന്ന് സെൻറ്റർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പ്രിപ്പറേഷൻ ഓഫ് ഇൻഷുർഡ് ആർട്ടിക്കിൾസ് ഫോർ ഡെസ്പാച്ച് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇൻഷുർഡ് ആർട്ടിക്കിൾസ്. ഇൻഷുർഡ് ആർട്ടിക്കിളിൻ്റെ ഡെസ്പാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഇൻഷുർഡ് ആർട്ടിക്കിൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു ബഹളമായിരിക്കും. അവിടെ ഈ അതിൻ്റെ സീൽ ഒരുക്കുന്നു, ബാഗ് എടുക്കുന്നു, ഇൻസെന്ന് എഴുതുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് റെസീപ്റ്റ് ആൻഡ് ദ ഡേറ്റ് ഓഫ് പോസ്റ്റിംഗ് ഷുഡ് ബി റിട്ടൺ ഓൺ ദ ഫേസ് ഓഫ് ദ ആർട്ടിക്കിൾ ഇൻ ഇങ്ക്. അതായത് ആ റെസിപ്റ്റിലെ നമ്പർ, പിന്നെ ഡേറ്റ് ഓഫ് പോസ്റ്റിംഗ് ഇത് ആർട്ടിക്കിളിൻ്റെ ഫേസിൽ എഴുതണമെന്ന് പറയുന്നു. ദ ലെറ്റർ ഇൻസ് ഷുഡ് ബി നോട്ടഡ് ബിഫോർ ദ നമ്പർസ് ഓർ റിട്ടൺ. അങ്ങനെയുള്ള ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൻ്റെ ബിഫോറായിട്ട്, അതിന് മുമ്പിലായിട്ട് ഇൻസ് എന്ന ലെറ്റർ എഴുതണം. ദ കറസ്പോണ്ടിങ് നമ്പർ സ്ലിപ്പ് ഷുഡ് ബി പേസ്റ്റഡ് ടു ദ ആർട്ടിക്കിൾ ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ ആഫ്റ്റർ നോട്ടിംഗ് ദ ലെറ്റർ ഇൻസ്. ആ ഒരു റെസിപ്റ്റ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ സ്ലിപ്പ് ആർട്ടിക്കിൾ പേസ്റ്റ് ചെയ്യണം. എവിടാന്ന് പറയുന്നത് ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ. എന്നിട്ട് അവിടെ ഈ ഇൻസ് എന്ന ലെറ്റർ നമ്മൾ എഴുതണം. ദ വെയിറ്റ് ഓഫ് ദ ആർട്ടിക്കിൾ ഷുഡ് ബി നോട്ടഡ് ഇൻ വേർഡ്സ് ആൻഡ് ഇൻ ഓൺ ദ ഫേസ്. പിന്നെ ആർട്ടിക്കിളിൻ്റെ ഫേസിൽ ആൾസോ വെയിറ്റ് എഴുതണം. ആർട്ടിക്കിളിൻ്റെ അത് വേർഡ്സിൽ എഴുതണം. ഗ്രാമിലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത്. ജസ്റ്റ് ബിലോ ദ നമ്പർ സ്ലിപ്പ്. ആ നമ്പർ സ്ലിപ്പിൻ്റെ താഴെ ആയിരിക്കണം ഈ വെയിറ്റ് വേർഡ്സിൽ, ഗ്രാമിൽ നൊട്ടേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. The number of the article should also be noted in the acknowledged. Acknowledged പേര് നമ്പർ നോട്ടേറ്റ് ചെയ്യണം.
and the name stamp of the office impressed on the side of the acknowledgement of the sender's address ചെയ്തിട്ടുള്ള അതിൻ്റെ പോർഷനകത്ത് ഈ ഓഫീസിൻ്റെ നെയിം സ്റ്റാമ്പ് ഇംപ്രസ് ചെയ്യണമെന്ന് പറയുന്നത്. ദ ഓഫീസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ ഷുഡ് ബി നോട്ടഡ് ഇൻ ദ ഇങ്ക് ഓൺ ദ ടോപ്പ് ഓഫ് ദ അക്നോളജ്മെൻറ്റ് ഫോം എബോവ് ദ നമ്പർ. അക്നോളജ്മെൻറ്റിൻ്റെ മുകളിലായിട്ട് ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ്റെ നൊട്ടേഷൻ ഉണ്ടാവണമെന്ന് പറയുന്നു. ദ പോസ്റ്റേജ് സ്റ്റാമ്പ് അഫിക്സഡ് ടു ദ ആർട്ടിക്കിൾ ഷുഡ് ബി ഡീഫേസ്ഡ്. ആർട്ടിക്കിളിൽ അഫിക്സ് ചെയ്തിട്ടുള്ള പോസ്റ്റേജ് സ്റ്റാമ്പിൽ ഡീഫേസ് ചെയ്യണം. ഇതെല്ലാം സിമ്പിൾ, നമ്മൾ പ്രാക്ടിക്കലി വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് വലിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻ എക്സ്ട്രാ ഇംപ്രഷൻ ഓഫ് ദ ഡേ സ്റ്റാമ്പ് ബീയിങ് ഒബ്റ്റൈൻഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ ആർട്ടിക്കിൾ. ആർട്ടിക്കിളിൻ്റെ ബാക്കിൽ ഒരു എക്സ്ട്രാ ഇംപ്രഷൻ ഓഫ് ഡേ സ്റ്റാമ്പ് വേണമെന്ന് പറയുന്നു. The article should then be made over to the treasurer or postmaster under receipt for being secured under safe custody till the time of dispatch. എന്നിട്ട് ഈ ഒരു ആർട്ടിക്കിൾ, ഇത്രയും ചെയ്ത ആർട്ടിക്കിൾ ട്രഷറർക്കോ അല്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്റർക്കോ കൈമാറും അണ്ടർ റെസിപ്റ്റ്. എന്തിനാ? അത് സേഫായിട്ട് വെക്കാനായിട്ട്, ഡെസ്പാച്ച് ചെയ്യുന്ന സമയം വരെ. A sufficient time before the dispatch of mail, the initial letter should be shown to the postmaster and should then be dealt as follows. ഡെസ്പാച്ചിന് ഒരു മതിയായ സമയം മുമ്പ് ഈ ഇൻഷ്യൽ ലെറ്റേഴ്സ് പോസ്റ്റ് മാസ്റ്ററെ കാണിക്കണം, താഴെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നു. If there are 2 or more initial letters for dispatch to any office, the registration assistant should enclose them in an insured bundle. അതായത് 2 അതിലധികമോ ഇൻഷ്യൽ ലെറ്ററുകൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അത് ഒരു ബണ്ടിലായിട്ട് കെട്ടണം. ആര്? രജിസ്ട്രേഷൻ അസിസ്റ്റന്റ്. ഇൻ ആൾ അതർ കേസസ്, ബാക്കിയുള്ള കേസിലെല്ലാം each initial letter should be placed with its acknowledgement in an insured envelope in the presence of postmaster. ബാക്കിയുള്ള കേസിലൊക്കെ ഓരോ ഇൻഷുർഡ് ലെറ്ററുകളും ഒരു ഇൻഷുർഡ് എൻവലപ്പിനകത്ത് ഇടണം. ആരുടെ പ്രസൻസിൽ? പോസ്റ്റ് മാസ്റ്ററുടെ. ദ ഇൻഷുർഡ് എൻവലപ്പ് ഷുഡ് ദെൻ ബി ക്ലോസ്ഡ് ആൻഡ് സീൽഡ് വിത്ത് ദ ഇൻഷുറൻസ് സീൽ ഓർ വിത്ത് ദ ഡേറ്റ് സീൽ ബൈ ദ രജിസ്ട്രേഷൻ അസിസ്റ്റന്റ്. ഇൻഷുർഡ് എൻവലപ്പിൽ ഇടുന്ന കാര്യം പറഞ്ഞല്ലോ. എന്നിട്ട് ആ എൻവലപ്പ്, ഇൻഷുർഡ് എൻവലപ്പ് ക്ലോസ് ചെയ്ത് സീൽ ചെയ്യണം. ഏതാ? ഇൻഷുറൻസ് സീൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡേറ്റ് സീൽ വെച്ചിട്ട്. അത് ചെയ്യുന്ന ആരാണ്? രജിസ്ട്രേഷൻ അസിസ്റ്റന്റ് ആണ്. ആരെ പ്രസൻസിൽ? പോസ്റ്റ് മാസ്റ്റർ പ്രസൻസിൽ. ദ ഇൻഷുർഡ് എൻവലപ്പ് ഷുഡ് ബി വെയ്ഡ് ആൻഡ് വെയ്റ്റ് നോട്ടഡ് ഇൻ വേർഡ്സ്. അതായത് ആ ഒരു ഇൻഷുർഡ് എൻവലപ്പ് എന്നിട്ട് തൂക്കി നോക്കും, എന്നിട്ട് ആ വെയ്റ്റ് നോട്ട് ചെയ്യും ഇൻ വേർഡ്സിൽ. ദ പോസ്റ്റ് മാസ്റ്റർ ഷുഡ് സീ ദാറ്റ് ദ വെയ്റ്റ് ഓഫ് ദ ഇൻഷുർഡ് ബണ്ടിൽ ഓർ എൻവലപ്പ് ഹാസ് ബീൻ കറക്റ്റ്ലി എൻറ്റേർഡ് ഓൺ ഇറ്റ് ഇനിയും. അതായത് പോസ്റ്റ് മാസ്റ്റർ ചെക്ക് ചെയ്യണം. അതായത് ഈ ഇൻഷുർഡ് ബണ്ടിലായിക്കോട്ടെ, ഇൻഷുർഡ് എൻവലപ്പ് ആയിക്കോട്ടെ, അതിനകത്ത് ആ വെയിറ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ദ ഇൻഷുർഡ് ബണ്ടിൽ ഓർ എൻവലപ്പ് ഷുഡ് ദെൻ ബി പ്ലേസ്ഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് രജിസ്റ്റേർഡ് ബാഗ്. എന്നിട്ട് ഈ ഇൻഷുർഡ് ബണ്ടിലോ അല്ലെങ്കിൽ എൻവലപ്പോ as the case may be, എന്നിട്ട് കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ബാഗിലിടാം. വി ഷുഡ് ബി ക്ലോസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പോസ്റ്റ് മാസ്റ്റർ. എന്നിട്ട് അത് പോസ്റ്റ് മാസ്റ്ററുടെ പ്രസൻസിൽ ക്ലോസ് ചെയ്യപ്പെടും. ആൻഡ് സീൽഡ് വിത്ത് ദീസ് ഇൻഷുറൻസ് സീൽ. എന്നിട്ട് ഇൻഷുറൻസ് സീൽ വെച്ചിട്ട് അത് സീൽ ചെയ്യും. ദ PM ഷുഡ് ആൾസോ സൈൻ ബോത്ത് കോപ്പീസ് ഓഫ് ദ രജിസ്റ്റേർഡ് ലിസ്റ്റ് ഇൻ ഇങ്ക് ഇൻ ടോക്കൺ ഓഫ് ഹാവിംഗ് ക്യാരിഡ് ഔട്ട് ഹിസ് ചെക്ക്. എന്നിട്ട് ഈ ലിസ്റ്റിനകത്തൊക്കെ, രജിസ്റ്റേർഡ് ലിസ്റ്റിനകത്ത് പോസ്റ്റ് മാസ്റ്റർ സൈൻ ചെയ്യണം. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇൻസ് വരുമ്പോഴത്തേക്കും ഓരോന്നിങ്ങനെ ടിക്ക് ഇങ്ങനെ. അതായത് അത്രയ്ക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെയാണിത് പറഞ്ഞിരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾ പ്രസൻറ്റഡ് ഫോർ ഡെസ്പാച്ചസ് വാല്യൂ പേയബിൾ. VP ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിക്കിൾ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും? ഇപ്പോൾ ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞു, ഇൻഷുർഡ് നമ്മൾ പറഞ്ഞു, ഇനി VP ലെറ്റർ, അതായത് COD റീറ്റെയിൽ പ്രസൻറ്റഡ് അറ്റ് ദ കൗണ്ടറിൽ കൊണ്ടുവന്ന് ദ കൗണ്ടർ PA ഷുഡ് എക്സാമിൻ ടു സി. കൗണ്ടർ P എന്തൊക്കെ നോക്കണം? ഒന്ന്, ഫുൾഫിൽ ദ കണ്ടീഷൻ ലേ ഡൗൺ. അതായത് ഇതുപോലെ കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഇൻഷുറൻസിൻ്റെ കേസ്, ഓരോതിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ വരാൻ പോകുന്നത്. ഇച്ചിരി മാറ്റം വരുമെന്നേ ഉള്ളൂ. നമ്മൾ ഇതിന് പറഞ്ഞ ഈ ചെക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൻ്റെ രജിസ്റ്റർ, റെസിപ്റ്റ്, അതൊക്കെ ഏകദേശം സമാന സ്വഭാവമാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാ പറയാൻ ദാറ്റ് ഇറ്റ് ഫുൾഫിൽ ദ കണ്ടീഷൻ ലേഡാണ്. PO ഗൈഡ് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ കൊണ്ടുവന്ന VP. That all the entries required to be made by the sender on the article and on the VPMO form are complete and they agree with each other. അതായത് VP ആർട്ടിക്കിളിൻ്റെ മേലുള്ള എൻട്രികളായിക്കോട്ടെ അല്ലെങ്കിൽ VPMO ഫോമിലുള്ള എൻട്രികളായിക്കോട്ടെ, അത് സെൻറ്ററാണത് ഫില്ല് ചെയ്യേണ്ടി വരിക. ഇത് രണ്ടും എഗ്രി ചെയ്യുന്നുണ്ടോ? കാരണം എമൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ റിക്കവർ ചെയ്യേണ്ട എമൗണ്ട് ഉണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, അഡ്രസ്സ്, പേര്, സെൻഡറിൻ്റെ അഡ്രസ്സ്, പേര്, ഇതൊക്കെ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നുണ്ടോ ആർട്ടിക്കിളിലെയും കറസ്പോണ്ടിങ് VPMOയുടെയും. That the entries of the amount of remittance to the sender are made in figures and words and
ദ ഫുൾ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻറ്റർ ആർ ക്ലിയർ ആൻഡ് ലെജിബിൾ. അതായത് സെൻറ്ററിൻ്റെ പേര്, അഡ്രസ്സിയുടെ പേര്, അഡ്രസ്സ്, പിന്നെ ഈ റിക്കവറിൻ്റെ തുക ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന സെൻട്രൽ നോട്ട്, അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ, ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ. Their postage stamps in full prepayment of the postage and registration fee have been affixed on the article. അതായത് കറക്റ്റായിട്ടുള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ. ഫോർ ദിസ് പർപ്പസ് ദ ആർട്ടിക്കിൾ ഷുഡ് ബി വെയ്ഡ്. ആർട്ടിക്കിൾ തൂക്കി നോക്കണം, എന്നിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പോസ്റ്റേജുകൾ ഉണ്ടോ എന്ന് നോക്കണം. ദ വാല്യൂ ഓഫ് എ സിംഗിൾ VPMO ഹാവ് നോട്ട് എക്സീഡഡ് ₹5,000. അതായത് VPMOയ്ക്ക് ലിമിറ്റ് ഉണ്ട്, അതിന് 5,000. അപ്പോൾ അത് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം, അതിൻ്റെ വാല്യൂ, VPMOയുടെ വാല്യൂ. എ റെസീപ്റ്റ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് യൂസിങ് ഡബിൾ സൈഡഡ് കാർബൺ പേപ്പർ ഷുഡ് ബി പ്രിപ്പയർഡ്. ആ റെസീപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഡബിൾ സൈഡഡ് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട്. ഇൻ ദ രജിസ്റ്റേർഡ് VP ജേണലിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നെയിം ഓഫ് ദ അഡ്രസ് ഉണ്ടാവും, പോസ്റ്റ് ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, വാല്യൂ ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് അതിനകത്ത് ഒട്ടിച്ചിട്ടുള്ള, ദ എമൗണ്ട് ടു ബി റിക്കവേർഡ് ഫ്രം ദ അഡ്രസ്സിയുടെ നിന്ന് റിക്കവർ ചെയ്യേണ്ട എമൗണ്ട്. Both copies of the receipt should be impressed with the date stamp and upper copy should be handed over to the person. അതായത് അതിനകത്ത് 2 കോപ്പികളിലും ഡേറ്റ് സ്റ്റാമ്പ് അടിക്കും, എന്നിട്ട് അപ്പർ കോപ്പി അയാൾക്ക് കൊടുക്കും. The number printed on the receipt and the date of posting should be written in ink on the face of the article. ആ റെസിപ്റ്റിലുള്ള നമ്പർ പിന്നെ ഡേറ്റ് ഓഫ് പോസ്റ്റിംഗ് ഒക്കെ ആർട്ടിക്കിളിൻ്റെ ഫേസിൽ എഴുതും. ഇൻ ആൾ പോസ്റ്റ് ഓഫീസസ് ഇൻ വിച്ച്, ഒരു കേസ് പറയുവാണ്, in all post offices in which the postmaster is assisted by one or more assistants or where there is a supervisor for the registration branch. അതായത് ഒരു പോസ്റ്റ് ഓഫീസ്, അവിടെ പോസ്റ്റ് മാസ്റ്റർ ഉണ്ട് പ്ലസ് 1 or more അസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ ബ്രാഞ്ചിന് ഒരു സൂപ്പർവൈസർ ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ഒരു ക്രോസ് ചെക്കിങ് വരുന്ന കാര്യമാണ് പറയുന്നത്. The entry on each article of the amount to be remitted to the sender, the name and address of the sender entered on the office copy of the receipt. ഇതൊക്കെ അതായത് ഈ സെൻറ്ററിന് കിട്ടേണ്ട എമൗണ്ട് ആർട്ടിക്കിളിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്, പിന്നെ ഈ സെൻറ്ററിൻ്റെ അഡ്രസ്സ്, നെയിം, ഇതൊക്കെ ഓഫീസ് കോപ്പിയിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബൈ എൻ ഓഫീസർ അതർ ദാൻ ദ വൺ ഹു അക്സെപ്റ്റഡ് ദ ആർട്ടിക്കിൾസ് ഫോർ ഡെസ്പാച്ച്. ആ ഡെസ്പാച്ചിന് വേണ്ടിയിട്ട് ആ ഒരു ആർട്ടിക്കിൾ അക്സെപ്റ്റ് ചെയ്ത ആളല്ലാതെ വേറെ ആൾ അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ആൻഡ് എൻട്രി അതിനാൾ ഇനിഷ്യൽ ചെയ്യണം അത് നോക്കിയെന്നുള്ളതിൽ. VP articles should not be accepted unless the down payment shown in the VPMO form is the one where article is booked. അതായത് ഈ VP ആർട്ടിക്കിൾസ് അക്സെപ്റ്റ് ചെയ്യരുത് എപ്പോൾ, അൺലെസ് ദ ടൗൺ പേയ്മെൻറ്റ്. അതായത് ഈ VPMO അതായത് തിരിച്ച് ഈ അഡ്രസ്സിൽ നിന്ന് കളക്ട് ചെയ്ത് സെൻറ്ററിലേക്ക് വരുന്ന പൈസ ഡെലിവറി ആവേണ്ട ആ ഒരു പോസ്റ്റ് ഓഫീസിൽ തന്നെ വേണം അത് ബുക്ക് ചെയ്യാനായിട്ട്, അല്ലാത്ത പക്ഷം അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. ഇഫ് ദ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ഓഫ് എ VP ആർട്ടിക്കിൾ ഈസ് എ നോൺ ഡെലിവറി ഓഫീസ്, അതൊരു കേസ്. ഇപ്പം നമ്മൾ സാധാ കേസുകൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു VP ആർട്ടിക്കിൾ കൊണ്ടുപോയി ബുക്ക് ചെയ്ത് അവിടെ പക്ഷേ ഡെലിവറി ഇല്ല, അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവർക്കുള്ള എമൗണ്ട് എങ്ങനെ ഡെലിവർ ചെയ്യപ്പെടും? അപ്പോൾ പറയുന്നത് ഇഫ് ദ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ഓഫ് എ VP ആർട്ടിക്കിൾ ഇസ് എ നോൺ ഡെലിവറി ഓഫീസ്, അങ്ങനെയാണെങ്കിൽ ഈ ഷുഡ് ഡിസ്പാച്ച് ദ ഓഫീസ് കോപ്പീസ് ഓഫ് റെസീപ്റ്റ്സ് ഫ്രം ദ VP ജേണൽ കൺസേൺഡ് ആൻഡ് സെൻഡ് ദം ടു ദ ഓഫീസ് HORSO ഫ്രം വിച്ച് റിസീവ്സ് ഇറ്റ് ഡെലിവറി. അതായത് അങ്ങനെയുള്ള കേസിൽ അവർ ഡെസ്പാച്ച് ചെയ്യും. ആരായി നോൺ ഡെലിവറി ഓഫീസ് ഡെസ്പാച്ച് ചെയ്യും എന്ത്? ദ ഓഫീസ് കോപ്പീസ് ഓഫ് റെസീപ്റ്റ്. ഈ VP വന്നല്ലോ അതിനെ സംബന്ധിച്ച റെസീപ്റ്റുകൾ അവരുടെ VP ജേണലിൽ നിന്നുള്ള ആ കോപ്പീസ് ഓഫ് റെസീപ്റ്റ്സുകൾ അയച്ചു കൊടുക്കും. എങ്ങോട്ട്? കൺസേൺഡ് HO അല്ലെങ്കിൽ SO ഫ്രം വിച്ച് റിസീവ്സ് ഡെലിവറി. ആ ഡെലിവറി സംഭവിക്കേണ്ടത് HO നിന്നാണെങ്കിൽ HOയിലോട്ട്, SO നിന്നാണെങ്കിൽ SOയിലോട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരാൾ VP ആർട്ടിക്കിൾ കൊണ്ട് നോൺ ഡെലിവറി ഓഫീസാണ് ബുക്ക് ചെയ്തത്, പക്ഷേ അയാൾക്ക് എമൗണ്ടിൻ്റെ ഡെലിവറി നടന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ നോൺ ഡെലിവറി ഓഫീസ് അയാൾക്ക് ഡെലിവറി ഏത് വഴി നടത്താൻ പറ്റും ആ ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുക്കും. SO ആണെങ്കിൽ SO, HO ആണെങ്കിൽ HO. അപ്പോൾ കോപ്പി അവർ അയച്ചു കൊടുക്കും പറഞ്ഞ് നോട്ടിങ് ഓൺ ദ ഡെയിലി അക്കൗണ്ട് ഓർ ദ രജിസ്റ്റേർഡ് ലിസ്റ്റ് ആസ് ദ കേസ് മേ ബി. അപ്പോൾ ഇങ്ങനെ അവർ അയച്ചു കൊടുക്കുന്ന പറയുന്ന ഈ ഡെയിലി അക്കൗണ്ടിൽ നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ലിസ്റ്റിൻ്റെ ഒപ്പം ആസ് ദ കേസ് മേ ബി, എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഇനി അടുത്തത് സ്പെഷ്യൽ ഫോംസ് ഓഫ് VP ജേണൽസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ VPയുടെ കേസിലാണെന്നേ ഉള്ളൂ. അതായത് ബൾക്കായിട്ട് അയക്കുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സൗകര്യം, അവർ ഈ കൗണ്ടറിൽ വന്നിങ്ങനെ കാത്തുകെട്ടി കിടക്കണ്ട, അങ്ങനെയുള്ള ബുക്കിംഗ് സ്ഥലത്തെ വന്ന് കാത്തുകെട്ടി കിടക്കണ്ട.
The Superintendent of Post Office may sanction the use of special forms of VP journals by firms, institutions and similar bulk mailers who post. അതായത് സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് സാങ്ഷൻ ചെയ്ത് കൊടുക്കും സ്പെഷ്യൽ ഫോംസ് ഓഫ് VP ജേർണൽസ് ടു ആർക്ക്, ഫേംസിന്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അതുപോലുള്ള ബൾക്ക് മെയിലേഴ്സിന്. അപ്പോൾ അതിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുകയാണ്. ഹു പോസ്റ്റ് 200 or more ആർട്ടിക്കിൾസ് ഇൻ എ മന്ത്, ഒരു മാസത്തിൽ 200 അതിൽ കൂടുതലോ ആർട്ടിക്കിളുകൾ VP ആർട്ടിക്കിളുകൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക്. The use of special forms of VP journals is not permitted to occasional bulk mailers and cannot be used for booking of insured VP articles. ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒക്കേഷണൽ ബൾക്ക് മെയിലേഴ്സിനില്ല. വല്ലപ്പോഴും കൊണ്ടുവന്ന് ബൾക്കായിട്ട് ബുക്ക് ചെയ്യുന്നവർക്കില്ല. പിന്നെ ഈ ബുക്കിംഗ് ഓഫ് ഇൻഷുർഡ് VP ആർട്ടിക്കിൾസിനും ഇല്ല. പിന്നെ ആർക്കാ ഉള്ളത്? മാസത്തിൽ 200 അതിലധികമോ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക്. The center will fill the journal in duplicate by means double-sided carbon paper വെച്ചിട്ട് സെൻറ്റർ ഫില്ല് ചെയ്യും ജേണൽ. ആൻഡ് ബോത്ത് ദ കോപ്പീസ് ഓഫ് ജേണൽ വിൽ ബി പ്രസൻറ്റ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് അലോങ് വിത്ത് VP ആർട്ടിക്കിൾസ്. എന്നിട്ട് ഈ 2 കോപ്പിയും പിന്നെ VP ആർട്ടിക്കിൾസും കൂടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവരും. കൗണ്ടർ പി ഷുഡ് കെയർഫുള്ളി കമ്പയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രീസ് കമ്പയർ ചെയ്യണം. കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിക്കിൾ, പിന്നെ ആ ലിസ്റ്റ്, കമ്മ്യൂണിംഗ് പേജസ് VP ജേണൽ ആൻഡ് ഇൻ ദ ഫോം ഓഫ് VPMO റിലേറ്റീവ് ഒരു ആർട്ടിക്കിൾ. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന VPMO കൂടെ ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഹീ ഷുഡ് സീ ദാറ്റ്, അദ്ദേഹം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ താഴെ 1, 2, 3 ഇട്ട് പറഞ്ഞിരിക്കുന്നത്. The correct postage and registration fee have been prepaid by means of postage stamps securely affixed to the article. അതായത് കറക്റ്റായിട്ടുള്ള പോസ്റ്റേജ് രജിസ്ട്രേഷൻ ഫീ ഒക്കെ ഉൾപ്പെടെയുള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ ആർട്ടിക്കിളിൽ. ആൾ എൻട്രീസ് ആർ മെയ്ഡ് ലെജിബിൾലി ബൈ ദ സെൻറ്റർ ഓൺ ദ VP ആർട്ടിക്കിൾ ആൻഡ് VPMOs. എല്ലാ എൻട്രികളും VP ആർട്ടിക്കിളിലായിക്കോട്ടെ VPMOസിലായിക്കോട്ടെ ഇതെല്ലാം കറക്റ്റായിട്ട് ക്ലിയറായിട്ട് സെൻറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. The amount entered on the article for remittance to the sender agrees exactly with the entered in the VP journal and in the VPMO. അതായത് പറഞ്ഞത് ഇപ്പോൾ അഡ്രസ്സിൽ നിന്ന് കളക്ട് ചെയ്ത് സെൻറ്ററിലേക്ക് വരേണ്ട പൈസ ഉണ്ടല്ലോ, ആ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ആ ആർട്ടിക്കിളിൻ്റെ പുറത്ത് എഴുതിയതും ഈ VPMOയിൽ സൂചിപ്പിച്ചതും ജേണലിൽ സൂചിപ്പിച്ചതെല്ലാം ഒന്നാണെന്ന് നോക്കണം. അല്ലാതെ മൂന്നിടത്ത് 3 തുക കിടന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്പർ ഉണ്ട്, VP നമ്പർ സ്ലിപ്പിലുള്ള നമ്പർ എഗ്രീസ് വിത്ത് നമ്പർ VP ജേർണൽ നമ്പറുമായിട്ട്, പിന്നെ നമ്പർ ഫിൽഡ് ഇൻ ദ സെൻറ്റർ അതായത് VPMOയിൽ സൂചിപ്പിച്ച നമ്പറുമായിട്ടൊക്കെ സെയിം ആയിട്ട് പോകുന്നുണ്ടോ നോക്കണം. ദ സെൻറ്റർ ഹാസ് പ്ലേസ് ഈസ് ഇനിഷ്യൽസ് ആൻഡ് ദ ഡേറ്റ് ബിലോ ദ ലാസ്റ്റ് എൻട്രി ഓൺ ദ ലാസ്റ്റ് പേജ്. ആ ജേർണൽ ലാസ്റ്റ് പേജിൽ ലാസ്റ്റ് എൻട്രിക്ക് നേരെ സെൻറ്റർ ഇനിഷ്യൽ ചെയ്തിട്ടുണ്ടോ നോക്കണം. The counter PA then places his signature and impress the date stamp in the space provided for the purpose on each complete page of the journal. കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ജേണലിൻ്റെ പേജുകളിൽ PA സിഗ്നേച്ചറും ഡേറ്റ് സ്റ്റാമ്പും അടിക്കണം. The carbonic copy of each completed page should be detached and kept in the post office in a guard book. അതായത് കംപ്ലീറ്റ് ആയ ജേണലിൽ എഴുതി കംപ്ലീറ്റ് ആയ ഒരു പേജിൻ്റെ കാർബോണിക് കോപ്പി ഇളക്കിയെടുത്തിട്ട് പോസ്റ്റ് ഓഫീസിൽ സെപ്പറേറ്റ് ഒരു ഗോഡ് ബുക്കിൽ വയ്ക്കും. അതിനകത്ത് ഈ അയാളുടെ സെൻറ്ററിൻ്റെ പേര് അഡ്രസ്സൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള റെസീപ്റ്റുകൾ തിരിച്ച് സെൻറ്ററിന് കൊടുക്കും. When a page of the journal contains less than the full number of entries, the articles entered therein should be accepted, but both the pencil and current copies of that page should be returned to the center. അതായത് കംപ്ലീറ്റ് ആയ പേജ് ഇളക്കി എടുത്തെന്ന് പറഞ്ഞല്ലോ. ഇനി ആ പേജ് കംപ്ലീറ്റ് ആയില്ലെന്ന് വെച്ചോ, ലെസ് ദാൻ ദ ഫുൾ നമ്പർ ഓഫ് എൻട്രീസ് ആണെങ്കിൽ അത് 2 കോപ്പീസ് അങ്ങ് തിരിച്ചു കൊടുക്കും. ബോത്ത് ദ പെൻസിൽ ആൻഡ് കാർബൺ കോപ്പീസ് ഓഫ് ദ പേജ് ഷുഡ് ബി റിട്ടേൺ ടു ദ സെൻറ്റർ. ഇനിയും അടുത്ത ബാച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇളക്കി ഇവിടെ സൂക്ഷിക്കത്തില്ല എന്നർത്ഥം. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള പേജ് മാത്രമേ, അതിൻ്റെ കാർബണിക് കോപ്പി മാത്രമേ നമ്മൾ ഇളക്കിയെടുത്ത് ഗോഡ് ബുക്കിൽ വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ 2 കോപ്പികളും തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും. അവർക്ക് പിന്നെ അടുത്ത ബാച്ചോട്ട് വരാനായിട്ട്. എക്സാമിനേഷൻ ഓഫ് VP ജേർണൽസ്. ഈ VP ജേർണലുകൾ പോസ്റ്റ് മാസ്റ്റർ ഇടയ്ക്കെടുത്ത് എക്സാമിൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. VP ജേർണൽ മസ്റ്റ് ബി എക്സാമിൻഡ് എവരി സാറ്റർഡേ ബൈ ദ പോസ്റ്റ് മാസ്റ്റർ. എല്ലാ ശനിയാഴ്ചയും പോസ്റ്റ് മാസ്റ്റർ അത് എക്സാമിൻ ചെയ്യണം. ഇൻ ലാർജ് ഡെലിവറി ഓഫീസസ് വേർ ദ നമ്പർ ഓഫ് VP ജേർണൽസ് ടു ബി എക്സാമിൻഡ് ഇൻ മെനി. എന്നാൽ ഒരു വലിയ ഓഫീസുകളിൽ, വലിയ ഡെലിവറി ഓഫീസുകളിൽ അവിടെ VP ജേർണൽസും എക്സാമിൻ ചെയ്യാൻ ഒരുപാടുണ്ടോ. അങ്ങനെയുള്ള കേസിൽ ദ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് മേ ഓതറൈസ് ദ പോസ്റ്റ് മാസ്റ്റേഴ്സ് ടു എക്സാമിൻ ദ ജേർണൽസ് ഓൺ സച്ച് അതർ ഡേയ്സ്. അതായത് ശനിയാഴ്ച അല്ലാത്ത ഉള്ള ദിവസങ്ങളിലും എക്സാമിൻ ചെയ്യാൻ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്ററെ ഓതറൈസ് ചെയ്യും. If the VPMO in respect of VP article has not been received within 1 month from the date of posting, an enquiry should be. അതായത് ഒരു VPMO തിരിച്ചു വന്നില്ല
ഒരു അതിൻ്റെ പോസ്റ്റിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്ത ഡേറ്റ് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും VPM തിരിച്ചു വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എൻക്വയറി ഷുഡ് ബി മെയ്ഡ് ദ ഡെലിവറി ഓഫീസ്, അതായത് ഡെലിവറി ഓഫീസ് ഓഫ് ഡെലിവറിയിലേക്ക് ഒരു എൻക്വയറി നടത്തും. സാറ്റിസ്ഫാക്ടറി റിപ്ലൈ ഈസ് റിസീവ്ഡ് വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ റെഫറൻസ് വാസ് മെയ്ഡ്. എ റിപ്പോർട്ട് ഷുഡ് ബി മെയ്ഡ് ടു ദ സൂപ്രണ്ട്. എന്നിട്ട് 1 മാസം ശേഷവും ഒരു സാറ്റിസ്ഫാക്ടറി റിപ്ലൈ വന്നില്ല അങ്ങനെയുള്ള കേസിൽ അത് റിപ്പോർട്ട് ചെയ്യും സൂപ്രണ്ടിലേക്ക്. The PM must initiate the VP journals on every occasion on which they are examined in token. അതായത് PM VP journals എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇനിഷ്യൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എൻട്രീസ് ഇൻ രജിസ്റ്റർ ഓഫ് VP articles received. The particulars written on the VP article received for delivery should be checked by the registration അല്ലെങ്കിൽ പാഴ്സൽ അസിസ്റ്റന്റ് വിത്ത് ദോസ് ഓൺ ദ കറസ്പോണ്ടിങ് ഫോംസ് ഓഫ് ദ VPMO. അതായത് റിസീവ് ചെയ്ത ഒരു ഓഫീസിൽ റിസീവ് ചെയ്ത VP ആർട്ടിക്കിൾസിനകത്തുള്ള പർട്ടിക്കുലേഴ്സ് ചെക്ക് ചെയ്യണം രജിസ്ട്രേഷനിൽ പാഴ്സൽ അസിസ്റ്റൻറ്റ്. അതിൻ്റെ VPMO ചെക്ക് ചെയ്യണം, അതിൽ പറഞ്ഞ കാര്യങ്ങൾ എമൗണ്ട് എല്ലാം ചെക്ക് ചെയ്യണം. ഇഫ് ദ VPMO ഫോം റിലേറ്റഡ് ടു ദ VP ആർട്ടിക്കിൾ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്, VP ആർട്ടിക്കിളിൻ്റെ കൂടെയുള്ള VPMO വന്നില്ല, ദ നോൺ റിസീപ്റ്റ് ഓഫ് ദ ഫോം ഷുഡ് ബി റിപ്പോർട്ടഡ് ബൈ ദ രജിസ്ട്രേഷനിൽ പാഴ്സൽ അസിസ്റ്റന്റ് ടു ദ പോസ്റ്റ് മാസ്റ്റർ. ആ കാര്യം പോസ്റ്റ് മാസ്റ്റർ അറിയിക്കണം. രജിസ്ട്രേഷൻ ആണെങ്കിൽ പാഴ്സൽ അസിസ്റ്റന്റ് ഹൂ ഷുഡ് ചെക്ക് ദ റിലേറ്റീവ് എൻട്രീസ് ഇൻ ദ രജിസ്റ്റർ ഓഫ് VP ആർട്ടിക്കിൾസ് റിസീവ്ഡ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ വന്ന് ചെക്ക് ചെയ്യും ആ രജിസ്റ്ററിനകത്ത്, VP ആർട്ടിക്കിൾസ് റിസീവ് ചെയ്യുന്ന രജിസ്റ്ററിനകത്ത്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ വന്ന് ചെക്ക് ചെയ്യും ആ രജിസ്റ്റർ, റിസീവ്ഡ് ആയിട്ടുള്ള VP ആർട്ടിക്കിൾസ് സൂചിപ്പിച്ചിട്ടുള്ള രജിസ്റ്റർ വിത്ത് ദോസ് ഇൻ ദ ആർട്ടിക്കിൾ ഇറ്റ് സെൽഫ് ബിഫോർ ഇറ്റ് സെൻഡ് ഔട്ട് ഫോർ ഡെലിവറിക്ക് അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചെക്ക് ചെയ്യും. ആൻഡ് പ്ലേസ് ഹിസ് ഇനിഷ്യൽ അഗെയിൻസ്റ്റ് ദ എൻട്രീസ് ഇൻ ടോക്കൺ ഓഫ്. എന്നിട്ട് അതിനെ കണ്ടു എന്നുള്ള രീതിയിൽ പോസ്റ്റ് മാസ്റ്റർ വന്ന് ചെക്ക് ചെയ്തായിരുന്നു എന്നുള്ള കാര്യം അറിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ ചെയ്യും. The number of VP articles in deposit should be posted in manuscript by the registered or parcel assistant each day in the register in the following forms. അതായത് ഡെപ്പോസിറ്റിലുള്ള VP ആർട്ടിക്കിൾസിൻ്റെ കാര്യം രജിസ്റ്റർ അല്ലെങ്കിൽ പാഴ്സൽ അസിസ്റ്റൻറ്റ് ഡെയിലി രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതിൻ്റെ ഒരു ഫോമാണ് കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള. In the case of VP articles in deposit for which intimation have been delivered, the date of delivery of intimation should be noted on the relative VP articles as well as against their original entries in the register of VP articles. അതായത് ഡെപ്പോസിറ്റിലിരിക്കുന്ന VP ആർട്ടിക്കിൾസ് എന്നാൽ അതിൻ്റെ ഇൻറ്റിമേഷൻ ഡെലിവറി ചെയ്ത്, അപ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ഇൻറ്റിമേഷൻ എഴുതി വെക്കണം. എവിടെയൊക്കെ ആ പർട്ടിക്കുലർ VP ആർട്ടിക്കിൾസിനകത്തും പിന്നെ അതിൻ്റെ എൻട്രി ഉള്ള രജിസ്റ്റർ ഓഫ് VP ആർട്ടിക്കിൾസിനകത്ത് അത് എൻട്രി ചെയ്തിരിക്കില്ല, ആ എൻട്രിക്ക് നേരെയും ആ ഒരു ഇൻറ്റിമേഷൻ ഡെലിവറി ചെയ്ത ഡേറ്റ്. ദ PM വിൽ ഇനിഷ്യൽ ദ ബോത്ത് എൻട്രീസ് ഇൻ ടോക്കൺ. അതായത് PM ഇത് രണ്ടും ഇനിഷ്യൽ ചെയ്യുന്ന കാര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Insured VP article in deposit must be kept locked up in the office safe and treasurer's receipt for the article should be obtained in the register of VP articles received at the time they are made over to him. അതായത് ഇൻഷുർഡ് VP ആർട്ടിക്കിൾസ് ആണെങ്കിൽ അത് ഡെപ്പോസിറ്റിൽ വെക്കുന്ന കേസിൽ അത് ലോക്ക് ചെയ്ത് വെക്കണം ഓഫീസ് സേഫിൽ. എന്നിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ട്രഷറുടെ റെസിപ്റ്റ് മേടിക്കണം ഇതിനകത്ത് രജിസ്റ്റർ ഓഫ് VP ആർട്ടിക്കിൾസിനകത്ത്, അതായത് അദ്ദേഹത്തിന് കൈമാറി എന്നുള്ളത്. When the articles are received back from the treasurer, ഇങ്ങനെ തിരിച്ചു മേടിക്കുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പാഴ്സൽ അസിസ്റ്റന്റ് റെസിപ്റ്റ് കൊടുക്കണം ഇതിനകത്ത് ഇൻ HO സമ്മറിക്കകത്ത്. അപ്പോൾ ഇത് രണ്ടും തന്നെ ഒട്ടി വെച്ചേക്കണം. അപ്പോൾ ഇത് ഇൻഷുർഡ് ആയിട്ടുള്ള VP ആർട്ടിക്കിൾസ് ഡെപ്പോസിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും അതങ്ങോട്ട് കൈമാറുമ്പോഴത്തേക്കും ട്രഷറിന് കൈമാറുമ്പോഴത്തേക്കും എന്തിൽ റെസിപ്റ്റ് മേടിക്കും, തിരിച്ചിങ്ങോട്ട് മേടിക്കുമ്പോഴത്തേക്കും ട്രഷർക്ക് എന്തിലാണ് റെസിപ്റ്റ് കൊടുക്കുന്നത് ബൈ രജിസ്റ്റർ പാഴ്സൽ അസിസ്റ്റന്റ്, ഇതൊക്കെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇത്രയാകുമ്പോഴത്തേക്കും പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 1 ഏകദേശം കവറായിരിക്കുകയാണ്. ഇനി കുറച്ച് MCQ വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചുകൂടെ ഡെവലപ്പ് ആവും ഈ ഒരു പോർഷനിൽ നിന്ന്. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.